യുദ്ധത്തിൽ അഹങ്കാരത്തോടെ മതിക്കുന്ന ശത്രുക്കളെ വധിച്ച് ഉയർന്നവളെ, തകർപ്പിക്കാൻ പ്രയാസമുള്ള ദേവതകളുടെ ശക്തി ധരിച്ചവളെ, നാലുവിധ വിവേകങ്ങളാൽ സമ്പന്നയായവളെ, മഹാശിവന്റെ ദൂതയായി പ്രമദഗണങ്ങളുടെ അധിപതിയായവളെ, ദുരിതങ്ങളെ നശിപ്പിക്കുന്നവളെ, ദുഷ്ടാശയവും ദുർമതിയുമുള്ള ദാനവന്മാരുടെ ദൂതയായ മരണാധിപതിയെപ്പോലുള്ളവളെ, ജയമാകട്ടെ. മഹിഷാസുരമർദിനിയായ പർവ്വതപുത്രിയായ ദേവിയെ. ഈ ശ്ലോകം ദേവിയുടെ രൗദ്രവും കരുണാമയവുമായ ഇരട്ടസ്വരൂപത്തെ ഒരുമിച്ച് വെളിപ്പെടുത്തുന്ന ഗൂഢ താന്ത്രിക സൂത്രമാണ്. രണദുർമത എന്നത് സാധകന്റെ ഉള്ളിലെ അഹങ്കാരം, കാമം, ക്രോധം എന്നീ ശത്രുക്കളോട് ദേവി നടത്തുന്ന ആത്മയുദ്ധത്തെ സൂചിപ്പിക്കുന്നു. ശത്രുവധോദിത എന്നത് അവയെ നശിപ്പിച്ചപ്പോൾ ഉയരുന്ന ആത്മചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്നു. ദുർധരനിർജ്ജര ശക്തിഭ്രതെ. ദേവിയുടെ കുണ്ടലിനി ശക്തി സാധാരണ മനസ്സിന് താങ്ങാൻ കഴിയാത്ത മഹാശക്തിയാണെന്നും അത് ദൈവിക ശക്തിയുടെ ധാരകയാണെന്നും സൂചിപ്പിക്കുന്നു. ചതുരവിചാരാതുരിണ. ശ്രീവിദ്യയിൽ 4 അവസ്ഥകൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയ എന്നിവയെ ഏകീകരിക്കുന്ന ദേവിയുടെ വിവേകബോധത്തെ സൂചിപ്പിക്കുന്നു. മഹാശിവദൂതകൃത പ്രമദാധിപതെ എന്നത് ശിവശക്തി ഐക്യത്തിൽ ശക്തി ശിവന്റെ ദൂതയായി പ്രവർത്തിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നിയന്ത്രിക്കുന്ന പരമാധികാരിണിയാണെന്ന രഹസ്യം വെളിപ്പെടുത്തുന്നു. ദുരിതദുരിഹ. ദേവിയുടെ കൃപയാൽ കർമ്മബന്ധങ്ങളും പാപവാസനകളും നശിക്കുന്ന ആത്മശുദ്ധീകരണ പ്രക്രിയയും. ദുരശയ ദുർമതി ദാനവദൂത കൃതാന്തമതെ. അഹങ്കാരവും അവിദ്യയും ദേവിയുടെ സന്നിധിയിൽ യമനെപ്പോലെ നശിക്കുന്നുവെന്ന താന്ത്രിക സത്യമയും സൂചിപ്പിക്കുന്നു. ശ്രീവിദ്യ ദർശനത്തിൽ ഈ ശ്ലോകം കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉയർന്ന് മനസ്സിലെ ദുഷ്ടവാസനകളെ യുദ്ധം ചെയ്ത് ശുദ്ധചൈതന്യത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മപരിണാമത്തിന്റെ രഹസ്യയോഗസൂത്രമായി ഗുരുപരമ്പരയിൽ ഉപദേശിക്കപ്പെടുന്നു.